എന്താനന്ദം എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം, എന്ത് സന്തോഷമാം പുതുജീവിതം. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളോട് ഇത്രയും നാളും എന്ത് ചെയ്യായിരുന്നു? 3.5 വർഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എൻ്റെ വാക്കുകൾ എൻ്റേതല്ല, ആരുടേതാണ്? പിതാവിൻ്റേതാണ്. അപ്പോൾ പിതാവിൻ്റെ ഹൃദയം ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നു. പിതാവിൻ്റെ സ്വഭാവം ഞാൻ നിങ്ങളെ കാണിച്ചു, നിങ്ങൾക്ക് വെളിപ്പെടുത്തി. ഇപ്പോൾ പിതാവിൻ്റെ ഹൃദയം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ അവൻ്റെ ഹൃദയം അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാ. അത് ദൈവം, യേശു തൻ്റെ ശിഷ്യന്മാരെ 3.5 കൊല്ലം കൊണ്ട് അഭ്യസിപ്പിച്ചതായ കാര്യമാണ്. എന്ത്? 1, ദൈവം ആരാണെന്നുള്ളത് വെളിപ്പെടുത്തി. 2, ദൈവത്തിൻ്റെ ഹൃദയം അവർക്ക് വെളിപ്പെടുത്തി. ഇന്ന് നമുക്കും ഉണ്ടാകേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ദൈവത്തിൻ്റെ ഹൃദയം നമ്മൾ അറിയണം, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ അറിയണം, ദൈവത്തിൻ്റെ ഹൃദയം നമ്മൾ അറിയണം. പിതാവിനോട് കേട്ടതെല്ലാം, 15-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, ഞാൻ പിതാവിനോട് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് അറിയിച്ചതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളിനി സ്നേഹിതന്മാരാണ്. പണ്ട് കാലത്ത് ക്വയ്ക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഉണർവ് സംഘം ഉണ്ടായിരുന്നു. ക്വയ്ക്കേഴ്സ് അവരെ തന്നെ വിളിച്ചിരുന്നത് ഫ്രണ്ട്സ് ഓഫ് ജീസസ് എന്നാണ്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഹൗ ക്യാൻ യു സേ ദാറ്റ് യു ആർ ഫ്രണ്ട്സ് ഓഫ് ജീസസ്? നിങ്ങൾ യേശുവിൻ്റെ സ്നേഹിതന്മാരാണെന്നുള്ളത് പറയാൻ കാര്യം എന്താണ്? ഉടനെ അവർ പറഞ്ഞു, ബിക്കോസ് വി നോ ദ ഹാർട്ട് ഓഫ് ഗോഡ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ സ്നേഹിതന്മാരായിരിക്കുന്നത് അറിയാമോ? ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഹൃദയം അറിയാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഹൃദയം അറിയുന്നത്? ബിക്കോസ് വി ഹിയർ ആൻ ഇന്നർ വോയിസ്. ഞങ്ങളുടെ ഉള്ളിൽ ദൈവം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അവൻ്റെ ഹൃദയം ഞങ്ങൾക്കറിയാം. വി നോ ദ ഹാർട്ട് ഓഫ് ജീസസ് ത്രൂ ആൻ ഇന്നർ ലൈറ്റ്. ഒരു ആന്തരിക പ്രകാശനത്തിലൂടെ ഞങ്ങൾ അറിയുന്നു, ദൈവത്തിൻ്റെ ഹൃദയം അറിയുന്നു. ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന പ്രശ്നം എന്നറിയാമോ? നമ്മൾ ലോകത്തിൻ്റെ വിപരീത ദിശയിലായിരിക്കും പിന്നെ സഞ്ചരിക്കുന്നത് മുഴുവൻ. നമ്മൾ പിന്നെ ഒരിക്കലും ലോകക്കാരാവുകയില്ല. പിന്നീട് നമ്മുടെ ജീവിതം ലോകത്തിൻ്റെ വിപരീത ദിശയിലാണ്. ലോകം പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്നവനൊക്കെയും ദൈവത്തോട് ശത്രുത്വമാണെന്നാണ് പറയുന്നത്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയം അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലോകം പറയുന്നത് ഞാൻ കേൾക്കത്തില്ല. ലൗകികമായ മാനുഷികമായ വാക്കുകളെ കേൾക്കാൻ എനിക്ക് മനസ്സില്ല. കാര്യം എന്നോട് ദൈവം സംസാരിക്കുന്നു, എനിക്കത് മതി. അവൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ആ വചനമാണ് എന്നെ വിശുദ്ധീകരിക്കുന്നത്. നമ്മൾ കേട്ടല്ലോ, യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ തന്നെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് അതാണ്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ഇല്ലേ? ശരിക്കും ഫലത്താൽ, വചനത്താൽ അവരെ വിശുദ്ധീകരിക്കണമെന്ന് പറയുന്നതിന് തുല്യമാണത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്, വചനത്താൽ അവരെ ശുദ്ധീകരിക്കണമേ. ഈ വചനം സത്യമാണ്. വചനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സാണ്, മനസ്സ്. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, യേശുവിനെ തന്നെ വിളിക്കുന്നത് എന്താ? നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? യേശുവിനെ കുറിച്ചാണ്. അപ്പോൾ യേശുവിൻ്റെ പേര് തന്നെ വചനമെന്നാ. ആ വചനമായ ദൈവം നമുക്ക് വചനം തന്നിരിക്കുകയാണ്. ഈ വചനം ദൈവത്തിൻ്റെ ഹൃദയമാണ്. ഗ്രീക്ക് തത്വചിന്തയുമായി ബന്ധപ്പെടുത്തി ഇതിന് ചില വ്യാഖ്യാനങ്ങളുണ്ട്. അതായത് ലോഗോസ് എന്ന വാക്ക്, ലോഗോസ് അതാണല്ലോ വചനം എന്ന് പറയുന്നത്. വചനം എന്ന് നമ്മൾ പറയുന്ന ലോഗോസ്. ശരിക്കും ആ കാലയളവിലെ പ്ലേറ്റോയുടെ ഒരു നിയോ പ്ലേറ്റോണിക് ചിന്തയനുസരിച്ച് എന്താണ് യാഥാർത്ഥ്യം എന്നതിന് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്ലേറ്റോയുടെ ആശയവാദം എന്ന് പറയുന്ന ഐഡിയലിസം, അന്ന് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ അവിടെ പറയുന്നത്, ഒരു ചിത്രം നിങ്ങൾ ചുവരിൽ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ആ ചിത്രം റിയൽ അല്ല. ചിത്രം എവിടെയാണ് ഇരിക്കുന്നത്? ചിത്രം ഇരിക്കുന്നത് ചിത്രകാരൻ്റെ മനസ്സിലാണ്. പിന്നെ ഭിത്തിയെ കാണുന്നത് എന്താണ്? മനസ്സിൻ്റെ എക്സ്പ്രഷനാണ്.
ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതാണ് ലോഗോസ് എന്ന വാക്കുകൊണ്ട് അവിടെ പ്ലേറ്റോണിക് രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ചിത്രകാരൻ്റെ മനസ്സിൻ്റെ എക്സ്പ്രഷനാണ് ചിത്രം എന്നതുപോലെ യോഹന്നാൻ ഇവിടെ പറയുന്ന കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ മനസ്സ് ശരീരത്തിൽ പതിഞ്ഞതാണ് യേശു. ദൈവത്തിൻ്റെ മനസ്സ് ജഡത്തിൽ വെളിപ്പെട്ടു. അതാണ് അവർ പറയുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം എന്താണ്? ആ വചനം ജഡമായി തീർന്നു. 14-ാമത്തെ വാക്യത്തിൽ ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ഭൂമിയിൽ വന്ന് ജീവിച്ച യേശു, 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്. ആ യേശു ആരാണ്? ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വെളിപ്പാടാണ്, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വെളിപ്പാടാണ്. അതുപോലെ തന്നെ എന്താണ്? ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വെളിപ്പാടാണ്. അപ്പോൾ യേശുവിൻ്റെ ജീവിതം നോക്കിയാൽ ദൈവം നമ്മിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിച്ചാൽ, നമ്മൾ വായിച്ചാൽ, നമ്മൾ കേട്ടാൽ, if you hear the voice of God, you will know what is in the heart of God. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ എഫ് എസ് സി ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നതാണല്ലോ. നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ഹൃദയത്തിലൊരു ആഗ്രഹമുണ്ട്, അത് വെളിപ്പെടണം, അത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞ് ജീവിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശിഷ്യത്വത്തിൻ്റെ കാലയളവിൽ കർത്താവ് നമുക്ക് 1 അവൻ്റെ നാമം വെളിപ്പെടുത്തി, 2 അവൻ്റെ വചനം അല്ലെങ്കിൽ അവൻ്റെ ഹൃദയം വെളിപ്പെടുത്തി. നമുക്കിന്നും ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ യേശുവിലൂടെ അറിയണം. 2 ദൈവത്തിൻ്റെ മനസ്സെന്താണ് എന്നുള്ളത് അവൻ്റെ വചനത്തിലൂടെ അറിയണം. ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒന്നാമതെന്താണ്? അവൻ്റെ നാമം വെളിപ്പെടുത്തി. 2ാമത് അവൻ്റെ വചനം നമുക്ക് തന്നു, അവൻ്റെ ഹൃദയം വെളിപ്പെടുത്തി. 3ാമതെന്താണ്? അവൻ്റെ മഹത്വം, നീ എനിക്ക് തന്ന് ഇരിക്കുന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ മഹത്വം എന്നുള്ള വാക്കിന് പല അർത്ഥമുണ്ട്. ഗ്ലോറി, അതോറിറ്റി, ഡിഗ്നിറ്റി. എന്നാൽ ഇവിടുത്തെ കുറെ കൂടെ കൃത്യമായിട്ടുള്ള ഒരു വാക്ക് യോഗ്യത എന്നുള്ളതാണ്. നീ എനിക്ക് തന്നിട്ടുള്ള യോഗ്യത ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. മഹത്വം എന്ന വാക്ക് കറക്റ്റാണ്, തെറ്റല്ല. പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവ് പറയാണ്, നീ എനിക്ക് തന്ന യോഗ്യത ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? അവർക്ക് കൊടുത്തിരിക്കുന്നു. ആത്യന്തികമായി നമ്മൾ തേജസ്കരിക്കപ്പെടും, പക്ഷേ അതൊന്നും അല്ല, കൊടുത്തിരിക്കുന്നു എന്നാണ്. നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് സ്വർഗത്തിൻ്റെ തേജസ്സൊന്നും അല്ലല്ലോ കൊടുത്തത്, യോഗ്യത, ഡിഗ്നിറ്റി. എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് സ്വാഭാവികമായി ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ല. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന വ്യക്തിയാണ്. എന്നാൽ എന്നെ യേശു ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവൻ്റെ നാമം വെളിപ്പെടുത്തി, അവൻ്റെ വചനം വെളിപ്പെടുത്തി, എന്നെ എക്വിപ്പ് ചെയ്തിട്ട് ഇപ്പോഴെന്ത് ചെയ്തിരിക്കുകയെന്നറിയാമോ? ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത തന്നിരിക്കുക. മനസ്സിലാക്കണം, ഈ യോഗ്യത എങ്ങനെയുള്ള യോഗ്യതയാണെന്ന് എഴുതിയിരിക്കുന്നത്? നീ എനിക്ക് തന്നിട്ടുള്ള യോഗ്യത, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അതായത് പിതാവ് പുത്രന് നൽകിയ യോഗ്യത തന്നെ പുത്രൻ എനിക്ക് നൽകിയിരിക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പുത്രന് യോഗ്യതയുണ്ട്, എനിക്കില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ യോഗ്യതയല്ല, പ്രത്യുത പുത്രൻ്റെ യോഗ്യത എനിക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം പുത്രനെ സ്വീകരിക്കുന്നത് പോലെ ഇപ്പം എന്നെ സ്വീകരിക്കും. നമ്മളാരും ദൈവത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, പ്രത്യുത എനിക്ക്
യേശു തന്നിരിക്കുന്ന, ദൈവം യേശുവിന് കൊടുത്ത ആ യോഗ്യത, ആ മഹത്വം അവൻ എന്ത് ചെയ്തിരിക്കുന്നു? എനിക്ക് തന്നിരിക്കുന്നു. ഈ മഹത്വം, യോഗ്യത. 23-ാമത്തെ വാക്യത്തിൽ നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിവാൻ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് തന്നെ. എന്തിനാണ് ഈ യോഗ്യത തന്നതെന്ന് ഇത്ര ക്ലാരിറ്റിയോടെ ഈ ഒരൊറ്റ വാക്യം ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്താണ്? നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ യോഗ്യത ആരുടെ യോഗ്യതയാ? പുത്രൻ്റെ യോഗ്യതയാണ്. ആര് കൊടുത്തത്? പിതാവ് കൊടുത്ത. പിതാവ് പുത്രനെ എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലെ പിതാവ് എന്നെയും സ്നേഹിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും, അത് നമ്മൾ അറിയണമെന്ന് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ അറിയണം. ലോകവും അറിയണം, അവരും അറിയണം, ലോകവും അറിയണം. ലോകം പതിയെ അറിഞ്ഞോളും, പക്ഷെ ആദ്യം നമ്മൾ അറിയണം. എന്താണ്? ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പോയി നിൽക്കുന്നത് എൻ്റെ യോഗ്യതയൊന്നുമല്ല, പിതാവ് പുത്രന് കൊടുത്ത അതേ യോഗ്യത പുത്രൻ എനിക്ക് തന്നിരിക്കുകയാണ്. ദൈവം യേശുവിനെ സ്നേഹിച്ചുവെന്നും ദൈവം യേശുവിനെ സ്നേഹിച്ചതുപോലെ നമ്മയും സ്നേഹിക്കുന്നു എന്നും നമ്മളും അറിയണം, ലോകവും അറിയണം. എന്നിട്ട് അടുത്തത് എന്താണ്? നാം ഒന്നായിരിക്കുന്നത് പോലെ. ആര്? പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ. അപ്പോൾ യേശുവും ദൈവവും ഒന്നിച്ചുള്ള, അവരൊന്നാണ്. ഒരു ആത്മീയ കൂട്ടായ്മയുണ്ട്. ദൈവവും യേശുവും ഒന്നിച്ചുള്ള കൂട്ടായ്മ, ഫെലോഷിപ്പ്. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടത് തന്നെ. എന്താണെന്നറിയാം? അവിടെ പറയുക, പിതാവേ ഞാനും നീ ഒന്നാണല്ലോ, നമ്മുടെ ഒരു കൂട്ടായ്മയുണ്ടല്ലോ, ഈ കൂട്ടായ്മയിലേക്ക് ഇവരെ കൂടെ ഞാൻ കൊണ്ടുവരിക കേട്ടോ. ഞാൻ ഇവരെ കൂടെ അങ്ങ് കൊണ്ടുവരിക. ഏത് കൂട്ടായ്മയിലേക്ക്? പിതാവും പുത്രനും ഒരുമിച്ചുള്ള കൂട്ടായ്മയിലേക്ക്. ഇപ്പോൾ എന്നെ കൂടെ കയറ്റാൻ പോവാം. എന്തുവാ ഇത്? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് എങ്ങനെ നമ്മൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ ഈ ദൈവത്തെ ഇട്ടേച്ച് പോകും? ഈ പരിജ്ഞാനം എനിക്ക് അത്യന്തം വലുതായിരിക്കും എന്ന് പറഞ്ഞ പോലെ എനിക്കിതങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് വലിയ സ്നേഹം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാപത്തിൽ കിടന്ന് പൊളച്ച് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന എനിക്ക് അവൻ യോഗ്യത തന്നിരിക്കുക. എന്തിനാണെന്നറിയാമോ? ദൈവവും യേശുവും ഒരുമിച്ചുള്ള കൂട്ടായ്മയിലേക്ക് വാടാ മക്കളെ എന്ന് പറഞ്ഞാൽ എന്നെ കൂടെ ചേർക്കാൻ. എൻ്റെ ദൈവമേ, നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമല്ലേ? യേശുവും ദൈവവും ഒന്നിച്ചുള്ള ആത്മീയ കൂട്ടായ്മയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കേണ്ടതിനാണ് യേശു അവൻ്റെ മഹത്വം, അവൻ്റെ യോഗ്യത എനിക്ക് നൽകിയത്. അതുകൊണ്ടാണ് അവനിലേക്ക് ആ മഹത്വം നൽകിയത്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ സാധ്യമാക്കേണ്ടതിനാണ്. 24-ാമത്തെ വാക്യത്തിൽ, പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. മഹത്വം നൽകിയത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ സാധ്യമാക്കേണ്ടതിനാണ് ഒന്ന്. എന്നാൽ അതുപോലെ തന്നെ അടുത്ത എന്താണെന്നറിയാമോ? ഇവിടെ കൂട്ടായ്മയുണ്ട്, ഇവിടെ കൂട്ടായ്മയുണ്ടെന്നുള്ളത് തന്നെ. ഇവിടെ തന്നെ എന്താണ്? ദൈവവും യേശുവും തമ്മിലുള്ള കൂട്ടായ്മയിലേക്ക് എന്നെ കൂടെ വലിച്ചു കയറ്റിയിരിക്കുക. എനിക്ക് യാതൊരു യോഗ്യത എനിക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് ഞാനിപ്പോൾ അനുഭവിക്കുക. ഈ ഫെലോഷിപ്പിലാണ് ഞാനിപ്പം. എന്നാൽ അവിടെ കൊണ്ട് കാര്യം തീരുന്നില്ല. ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം. യേശു ഇപ്പോഴെവിടെയാ? നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ, പിതാവേ ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ യേശു ഇപ്പോൾ എവിടെയാ? പിതാവിനോട് കൂടെ. ഇവിടെ ഇപ്പോൾ എനിക്ക് പിതാവും പുത്രനും ഒരുമിച്ചുള്ള കൂട്ടായ്മയിലേക്ക് പ്രവേശനം നൽകാൻ യേശു കർത്താവ് എന്നെ ആ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ കൂട്ടായ്മയുണ്ട് എന്നതുകൊണ്ട് മാത്രം കാര്യം അവസാനിക്കുന്നില്ല. ഒരു ദിവസം കർത്താവ് പറയാണ്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും ഇരിക്കണം. അപ്പോൾ ഇവിടെ കൂട്ടായ്മ, അവിടെ സഹവാസം. ഇവിടെ കൂട്ടായ്മയുണ്ടെങ്കിൽ അവിടെ എന്താണ്?
അവിടെ കൂട്ടായ്മ മാത്രമല്ല, അവൻ്റെ കൂടെ വസിക്കാൻ പോകുകയാണ്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം. ഇതിനാണ് എനിക്ക് യേശു യോഗ്യത തന്നിരിക്കുന്നത്. എനിക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല, അവൻ്റെ യോഗ്യത എനിക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി കൂട്ടായ്മയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാനും കൂടെ പാർപ്പിക്കാനുമുള്ള യോഗ്യതയാണ് യേശു നമുക്ക് നൽകിയ മഹത്വം. ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്, നാം ദൈവത്തിനായി വിളിക്കപ്പെട്ടവരാണ് എന്നതാണ് എൻ്റെ ആശ്വാസം. എന്നാൽ നാം സ്വർഗത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ. ഇപ്പോൾ തന്നെ ഞാൻ അവൻ്റെ കൂട്ടായ്മയിലാണെന്നുള്ളതാണ് എൻ്റെ ആശ്വാസം. എനിക്കിപ്പോൾ തന്നെ അവനുമായിട്ട് കൂട്ടായ്മയുണ്ട്. എന്നാൽ എൻ്റെ പ്രത്യാശ എന്താ? ഞാൻ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയോടെയാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഭൂമിയിൽ ആശ്വാസമുണ്ട്, പക്ഷെ ആ ഭൂമിയിൽ ആശ്വാസം കൊണ്ട് മാത്രം ജീവിക്കാനല്ല, എനിക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്. ഇവിടെയുള്ള പ്രത്യാശ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് നിങ്ങളെയും കൊണ്ടുപോകുവാൻ, നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുവാൻ. അതാണ് നമുക്ക് ദൈവം പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഭൂമി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അവൻ ഇരിക്കുന്ന ഇടത്ത് നമ്മളും ഇരിക്കേണ്ടതിന്. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അത് മനോഹരം, എന്ത് സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും ശുഭമെന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അത് മനോഹരം, എന്ത് സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും ശുഭമെന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാനന്ദം, വിശ്വാസക്കാൽ ചുവടിലത്രേ. തന്നിടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നീനും മുട്ടില്ലാതെ വണ്ണം. ആശിക്കുകിൽ അതിയാശയോടെ, വിശ്വസിക്കുകിലെല്ലാം സാധ്യം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അത് മനോഹരം, എന്ത് സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും ശുഭമെന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ആരു സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിന്റെ മാർവിൽ. കിട്ടും സഹായമത്യത്ഭുതമാം വിധം തൊട്ടു സുഖപ്പെടുത്തും. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അത് മനോഹരം, എന്ത് സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും ശുഭമെന്താനന്ദം,